ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മഡ് ഫെസ്റ്റിന് തുടക്കമായി. മൺസൂൺ കാല വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വയനാട് മഡ് ഫെസ്റ്റ് സീസൺ 3 സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലം ഇനി വയനാടിന് വിനോദങ്ങളുടെ കാലം കൂടിയാണ്. മഡ് ഫുട്ബോൾ കാണികളിലും കളിക്കാരിലും ഉണ്ടാക്കുന്ന മണ്ണിനോടും പ്രകൃതിയോടുമുള്ള കൂടിച്ചേരൽ കൂടിയാണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ മഡ് ഫെസ്റ്റിന് തുടക്കമായതോടെ കാണികളിലും കളിക്കാരിലും ഒരുപോലെ ആവേശം. മഴക്കാലം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ സഞ്ചാരികളെ, മറ്റു സ്റ്റേറ്റിലുള്ള സഞ്ചാരികളെ ഒക്കെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ മഴക്കാലത്തെ കൂടി ഉപയോഗിക്കാനാണ് ഇപ്പോൾ പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം പരിപാടികൾ അതിന് ഏറെ സഹായകരമാകും. ആദ്യ ദിനത്തെ മത്സര ഇനമായ മഡ് ഫുട്ബോളിൽ 8 മത്സരാർത്ഥികളുള്ള 14 പ്രൊഫഷണൽ ടീമുകളാണ് പങ്കെടുത്തത്. ഇതിൽ 8 ടീമുകൾ ജൂലൈ 15-ന് മാനന്തവാടി വള്ളിയൂർക്കാവിൽ നടക്കുന്ന ഫൈനൽ റൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. യഥാക്രമം 1, 2, 3, 4 സ്ഥാനക്കാർക്ക് 15,000, 10,000, 4,000, 4,000 രൂപ വീതം സമ്മാനമായി ലഭിക്കും. മഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് ടൂറിസം സംഘടനകളുടെ സഹകരണത്തോടെ ജൂലൈ 17 വരെയാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സുൽത്താൻ ബത്തേരി സപ്ത റിസോർട്ടിന് എതിർവശത്തെ പൂളവയലിൽ ആണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കൈരളി ന്യൂസ്, വയനാട്.